വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ മീഷോ ക്ലോത്തിങ് ഹോളിൻ്റെ പാർട്ട് 1 ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണിക്കാത്ത ഡ്രസ്സസ്സാണ് നമ്മളിപ്പോൾ പാർട്ട് 2 കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം, ഇതിൽ കാണിക്കുന്ന എല്ലാ ഡ്രസ്സസും ഞാൻ 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തതാണ്. അപ്പം വിത്ത് ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കുറച്ച് അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച് ഈ ഒരു വീഡിയോയിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്കേർട്ട് കാണാം, ഒരു പ്ലീറ്റഡ് സ്കേർട്ട്. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരുന്നൊരു പ്ലീറ്റഡ് സ്കേർട്ടാണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഞാൻ എടുത്തേക്കുന്ന സൈസ് 32 ആണ്. പക്ഷേ എൻ്റെ വേസ്റ്റ് ഭയങ്കര ലൂസാണ്, എനിക്ക് ഇതൊന്ന് ഓൾട്ടർ ചെയ്യണം. അപ്പം ഇതാണ് ഫസ്റ്റായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 273 ഉള്ളൂ. ക്വാളിറ്റി അടിപൊളിയാണ്, കളറ് പോകത്തില്ല, നരയ്ക്കത്തില്ല, ഒന്നുമില്ല. സൂപ്പർ ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ ഈ ഒരു ഡ്രസ്സിന് എനിക്ക് ഡിഫക്റ്റായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സീത്രൂ ആണ്, ഭയങ്കര സീത്രൂ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ലൈനിങ് അവർ ആഡ് ചെയ്തിട്ടില്ല. അപ്പം അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് ഇതിൽ തോന്നിയിട്ടുള്ളൂ. നല്ലൊരു കളർ അല്ലേ, എന്താ ഇതിന് പറയുക, സീ ഗ്രീനോ ബ്ലൂവോ എന്തോ ഒരു കളറാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിന് പെയർ ചെയ്യാൻ പറ്റുന്നൊരു ടീഷർട്ട് കാണിക്കാം. ഇതിന് വൈറ്റ് കളർ നല്ല അടിപൊളിയായിട്ട് പോകുമായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിയിട്ടുള്ളൊരു വൈറ്റ് ഷർട്ടാണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു ഓവർ സൈസ് ടീഷർട്ടാണ്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. എനിക്കറിയില്ല ഈ മെറ്റീരിയലിന് എന്താ പറയുന്നത്, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. സൂപ്പർബായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്. ഈ ഒരു ഷർട്ട് ഞാൻ എടുത്ത് 227 റുപ്പീസിനായിരുന്നു. സൈസ് വന്നിട്ട് ഞാൻ ലാർജും കൂടി എടുത്തേക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടെ ഭയങ്കര വലുതായിപ്പോയി. ഇത് ഞാൻ പെയർ ചെയ്തേക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നല്ലൊരു ക്ലോത്തിങ്ങിൽ നല്ലൊരു ഷർട്ടാണ്. ഇതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാം, ഓവർ സൈസ് ഇഷ്ടമാണെങ്കിൽ. അപ്പം ഇതാണ് രണ്ടാമത്തെ പർച്ചേസ് വന്നിട്ട്. മൂന്നാമത്തെ നമുക്കൊരു ക്രോഷേ ടോപ്പ് കാണാം കേട്ടോ. ഒരിടയ്ക്ക് ബീച്ച് വെയറിനൊക്കെ സൂപ്പർ അടിപൊളിയായിട്ട് പറ്റുന്ന ആണ് ക്രോഷേ ടോപ്സ്. അപ്പം ഇതൊരു വൈറ്റ് ക്രോഷേ ടോപ്പാണ്. ഫ്രണ്ടിൽ ബട്ടൺ പാറ്റേൺ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഫ്രണ്ട് ഓപ്പൺ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് അവർ ഷോയ്ക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. ഞാൻ വാങ്ങിയപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 301 ആയിരുന്നു. ഇപ്പോഴും ആ റേറ്റ് തന്നെയായിരിക്കും കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ബ്രാലറ്റൊക്കെ ഇട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർബായിരിക്കും. അപ്പം ഇതാണ് അടുത്ത പർച്ചേസ് വന്നിട്ട്, ഒരു അടിപൊളി ക്രോഷേ ടോപ്പ്. അടുത്ത് നമുക്കൊരു ഓവർ സൈസ് ടീഷർട്ട് കാണാം. അപ്പോൾ ഓവർ സൈസ് ടീഷർട്ടൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ മീഷോയിൽ എടുത്തിട്ടുള്ളൊരു ഓവർ സൈസ് ടീഷർട്ടാണിത്. വൈറ്റ് കളറിലാണ്. റേറ്റ് വന്നിട്ട് 134 റുപ്പീസാണ്. മറ്റേ സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്, കളറൊന്നും പോകത്തില്ല, നരയ്ക്കത്തില്ല, അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ടീഷർട്ടാണ് കേട്ടോ. സൂപ്പർ ആയിട്ട് നമുക്ക് ജീനിൻ്റെ കൂടെയോ വേണമെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്നൊരു ടീഷർട്ടാണിത്. അടുത്തത് നമുക്ക് നേരത്തെ ഞാനൊരു ഓവർ സൈസ്ഡ് ഷർട്ട് കാണിച്ചില്ലേ, വൈറ്റ്, അതിൻ്റെ ഒരു സാധാ വൈറ്റ് ഷർട്ട് നോർമലാണ്. 229 റുപ്പീസാണ് കേട്ടോ. കോട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ ഒന്ന് വാഷ് ചെയ്ത് പ്രസ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ചുളിവ് വീഴും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. പ്യോർ കോട്ടൺ ആണ്, നല്ല മെറ്റീരിയലാണ്, നാശാവത്തൊന്നുമില്ല, അടിപൊളിയാണ് കേട്ടോ. ക്വാളിറ്റിയിൽ അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് ഷർട്ടാണ് ഇത് വന്നേക്കുന്നത്. അടുത്തത് നമുക്കൊരു ടാങ്ക് ടോപ്പ് കാണാം. മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ടാങ്ക് ടോപ്പാണ്, ഒരു ഗ്രേ കളർ ടാങ്ക് ടോപ്പ്. ഇത് നമുക്ക് വേണമെങ്കിൽ ജീനിൻ്റെ കൂടെ പെയർ ചെയ്യാം, നല്ല ഷർട്ടിൻ്റെ ഉള്ളിൽ പെയർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടാങ്ക് ടോപ്പാണ്. നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 153 റുപ്പീസ് ഉള്ളൂ. പക്ഷേ നല്ല ക്വാളിറ്റിയാണ്, അടിപൊളിയായിട്ടുള്ളൊരു ടാങ്ക് ടോപ്പാണ് ഇത്. അടുത്തത് നമുക്കൊരു ബ്ലാക്ക് ഫുൾ സ്ലീവ് ടോപ്പ് കാണാം, ഹൈനെക്കൊക്കെ ആയിട്ടുള്ള. ഇതിനേക്കാളും ഒരു സ്കൂബിയുടെ കോളർന്നോ അങ്ങനെ എന്തോ ഒരു പറയില്ലേ, ഇത് നല്ല ഹൈനെക്കിൽ വരുന്ന ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ടോപ്പാണ്. ഹൈലി സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ആൻഡ് സൂപ്പർ കംഫർട്ടബിൾ ആണ്. ആൻഡ് റേറ്റ് ഈസ് ജസ്റ്റ് 195 റുപ്പീസ്. ഫുൾ സ്ലീവ് ആണ്,
നല്ല സ്ട്രെച്ചബിളാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ടോപ്പാണ് കേട്ടോ. അടിപൊളിയായിട്ട് പോകുന്ന എല്ലാ നമ്മൾ ജീനിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാം. അതല്ല സ്കേർട്ടിൻ്റെ കൂടെ ആണെങ്കിലും സൂപ്പറായിരിക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സല്ല, ഒരു ക്രോപ്പ് ടോപ്പാണ്. മീഷോന്ന് വാങ്ങിയേക്കുന്നത് ഒരു സീബ്ര ക്രോപ്പ് ടോപ്പ്. നല്ല ക്രോപ്പാണ്, സ്ലീവ്ലെസ് ആണ്. ഇതും ഹൈലി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ, നല്ല സ്ട്രെച്ചബിളാണ്. റേറ്റ് വന്നിട്ട് 287 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയായത്. ഞാനൊരു ബ്ലാക്ക് ജോഗറിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. അടിപൊളി മെറ്റീരിയലാണ്, നല്ല സ്ട്രെച്ചബിളാണ്, സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ലിങ്ക് വേണമെങ്കിലോ സെർച്ച് കോഡ് വേണമെങ്കിലോ ജസ്റ്റ് എന്നോടൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്ന ഡ്രസ്സസ്. അപ്പം വേറെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ.